ഹായ്, എനിക്കൊരു കാര്യം പറയണ്ടേ? ഇവിടെയോ? ഇല്ല, ഞാൻ അപ്പുറത്തോട്ട്. അത് പിന്നെ ഐ ലവ് യു. ആലോചിക്കാം. ഒരു ടൈം എടുക്കും, ഒരു ടൈം എടുത്ത ഷോ പോവും. ആലോചിക്കാം. പതുക്കെ പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് ഓക്കെ പറയാം. ഓക്കെ. പിന്നെ കുറച്ച് എന്താടാ, കഞ്ചാവാണോ? അല്ലടാ, എന്താവാൻ, അങ്ങനെ പോകുന്നു. ശരി എന്നാ. സാർ, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഓ, പിന്നെ അർജുൻ, കം ഇൻ. കം. ഓക്കെ. കം വിത്ത് മീ. ഒരു കാര്യം നിന്നോട് ചോദിക്കാനായിരുന്നേ. ഇനി വന്നേ. എന്താ നിനക്കിവിടെ പരിപാടി? എന്താടാ ഇത്? എന്താന്നാ ചോദിച്ചേ? കൈയെടുക്കാൻ. എന്താടാ ഇത്? എന്താന്ന്? കൈയെടുക്ക അർജുൻ. എന്താടാ ഇത്? ഓണ് മാറിക്ക്. ഇതെന്താന്നാ ചോദിച്ചേ? ഹലോ. അർജുൻ്റെ ഫാദർ അല്ലേ? അതെ, അർജുൻ്റെ ഫാദറാണ്. ഞാൻ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളായിരുന്നു. എന്താ സാറേ? എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. ഇന്ന് കാണണോ? ആ ഓക്കെ. എങ്കിൽ ഞാൻ വരാം സാറേ. ഓക്കെ, കഴിവതും വേഗം വരണം. അർജുനെ, വാ, കയറി വീട്ടിൽ കൊണ്ടുവിടാം. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഗുഡ് മോർണിംഗ്. ഓക്കെ, യെസ്, കം ഇൻ. ഇരിക്കൂ. ഓക്കെ, നിങ്ങളുടെ മകൻ എന്താ ചെയ്തു വെച്ചേക്കെന്നറിയോ? സാർ കാര്യം പറയാതെ എങ്ങനെ ഞാൻ അറിയുന്നത്? കണ്ടോ, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചതാ. എന്താണോ ഇത്? എന്തോന്നാ ഇതെന്നാ ചോദിച്ചത്? എന്താണ് ചിരിക്കുന്നത്? അത് ഞാൻ പറയാം. ഡാ വന്നല്ലോ. ഡാ ചെറുക്കൻ, നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? എന്നും ഇപ്പം ഇനി താമസിച്ചാ വരുന്നത്. കൂട്ടുകാരുടെ കൂടെ ചുമ്മാ കറങ്ങി അടിച്ചങ്ങ് നടക്കുക. നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറക്കം മാത്രമേ ഉള്ളൂ. നിനക്ക് പഠിത്തം എന്ന് പറയുന്ന സാധനം ഒന്നുമില്ലല്ലോ. മുടിയും വെട്ടത്തില്ല. മുടി വളർത്തി നടക്കാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ മുടിയൊന്ന് പോയി വെട്ടാൻ? പിന്നെ മുടി വെട്ടി. അവന് മുടി വെട്ടാൻ എവിടെയാ നേരം? അവനോട് കൂട്ടുകാരോട് നടക്കണം, കറങ്ങി നടക്കണം. ഒരു ശകലം പോലും പറഞ്ഞാൽ അപ്പുറത്തെ ആ അശ്വനെ കണ്ടു പഠിക്ക്. അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടില്ലേ? മര്യാദയ്ക്ക് വീട്ടിലുണ്ടോ ചെറുക്കൻ? എടാ, പോയി കണ്ടു പഠിക്കടാ.
തിരിഞ്ഞ് നടക്കുന്നു. 10 പൈസ പ്രയോജനമുണ്ടോ? എടാ ഒന്നും അല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളിൽ നിനക്കൊന്നും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാൻ മേലേ? ഇടയ്ക്കെങ്കിലും അവന് രാവിലെ അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവനൊരു അനിയനുണ്ട്, അവനെ പോലും നോക്കാറില്ല. ആ ചെറുക്കന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ചുമ്മാ വലിക്കുന്നാളാ? ചുമ്മാ വലിച്ചോ അവിടെ, ചുമ്മാ വലിച്ചോ അവിടെ. ചുമ്മാ വലിച്ചോ അവിടെ. ട്രൈ ചെയ്യും, ട്രൈ ചെയ്യുന്നവിടെ, ട്രൈ നോക്കടാ, നോക്കടാ, വലിക്കടാ. ഞങ്ങളിതൊന്നും വലിക്കുന്നതാണ്. അച്ഛാ, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. പൈസയോ? ആ, എന്തിന്? അല്ല സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ടേ. അല്ല അപ്പം ഞാനും പോവാൻ. നിനക്കൊരു അടിച്ചു പൊളിക്കാൻ ഇവിടെ പൈസ ഒന്നുമില്ല. എൻ്റെ പൈസ ഒന്നുമില്ല. നീ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അതല്ല അച്ഛാ, എല്ലാവരും പോകുന്നുണ്ട്, അപ്പം ഞാനും. മറ്റുള്ളവർ ടൂർ പോകുന്നുണ്ട്, നീ പോകുന്നില്ല. എൻ്റെ പൈസ ഇല്ല, അത്രേ ഉള്ളൂ. പോടാ, പോയിരുന്ന് പഠിക്കടാ. ഹലോ, എടാ ഞാൻ അർജുന. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അങ്ങനെയും ചെയ്ത് നോക്കാം, നീ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ദാ ഇവനാ ഇതിലാ? ആ വാ. അർജുനെ മതിയില്ലേ? മതി, ഇത് മതി. You can see the writing on the pavement. Young kids, they're growing up in basements. Online, a whole new generation. I'ma make mine, so you better go take it. Always, they need a new replacement. Decentralized, can't contain it. We're changing lives, yeah, upgrading. ഇതിപ്പോൾ 4ാമത്തെ ആളെ പൊക്കായിരുന്നു. അപ്പോഴാ സാറ് പിടിച്ചത്. നീ എന്നെ ആളെ കളിയാക്കണോ? നീ പറഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കണമെന്നാ? നീ ഇതെങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തെന്നാ? സാറിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റക്കാന്ന്. എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ആര്? സുനിലേട്ടൻ. അച്ഛനറിയാം. നമുക്കിതൊരു ഗസ്റ്റ് ഉണ്ട്. ഓഫീസിൽ പുതിയതായിട്ട് വന്ന പയ്യനാണ്. അവർക്ക് വൈകിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നീ ചായ എടുക്കും.
സമയം എന്താ നോക്കട്ടെ. ഓ ഒത്തിരി വൈകി. ഞാൻ എന്നാ ഇറങ്ങട്ടെ. ആണോ? ആ ആ ശരി ശരി ഓക്കെ. ഓക്കെ സാറേ, കാണാം. ആ താങ്ക് യു. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ചേട്ടാ, എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. പറ. എൻ്റെ പൊന്നു മോനെ, നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത്. ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. നീ പോരുത്, പഠിക്കാൻ നോക്ക്. നിനക്കറിയോ ഇതിൻ്റെ പ്രശ്നം എന്തൊക്കെയാന്ന്? പഠിക്കാൻ വിടുന്നോ പഠിക്കാൻ പോകണം. കണ്ട ഡ്രഗ് മാഫിയയുടെ പുറകെ പോയാൽ നിൻ്റെ ജീവിതം പോവും. നീ ഒന്നും പറയണ്ട, ഞാൻ പോവാം. എന്തൊക്കോ അല്ലോടാ. അതിനാടാ എന്താണ് കുഴപ്പം? നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെ പോവാ? അവനിപ്പോ ഒരു 100 രൂപ. ആരാ? എടാ, ഡീലർ. ഓ, അവൻ. സാധനമുണ്ട്. ഒറിജിനാണോ? കിടിലൻ സാധനം. എവിടെ കൊടുക്കണം? എൻ്റെ വളവിൻ്റെ അടുത്ത സ്കൂളിൽ. എന്നാലേ നീ ഒന്ന് കൊടുക്കുന്ന എനിക്ക് കാണണം. നീ കൊടുക്കാൻ കാണൂടാ. ഹലോ ചേട്ടാ, ഞങ്ങളൊരു കണക്കുറിച്ച് കിടക്കാം. പെട്ടെന്ന് വായോ. ഒറ്റക്കന്നാദ്യേ. വന്നിട്ട് പറയാം. വയാ. ഓക്കെ. സാർ, സുനിലെ താനെന്താ പതിവില്ലാതെ? ഞാൻ ലാപ്ടോപ്പ് വാങ്ങി. പഴയ ലാപ്ടോപ്പ് അർജുന് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്ന, പഠിക്കാനൊക്കെ. ആർക്കാ? അവനെന്തിനാണോ ലാപ്ടോപ്പ്? പഠിക്കാനൊക്കെ നല്ല സാറേ. ഒന്നാമത് ഞാൻ പഠിക്കുന്നില്ല, പിന്നെ ലാപ്ടോപ്പ് കൊടുത്ത് അവനെ ഒന്നാമത് ഉഴപ്പി നടക്കത്തേ ഉള്ളൂ. അവൻ പഠിച്ചോളും. തന്റെ കേസിന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, നന്നായിരിക്കണം. അർജുന, നീ പഠിച്ചോണം കേട്ടോ, നന്നായിട്ട് പഠിച്ചോണം. ശരി, താങ്ക് യു. താനിരിക്കും.
ആ ഹലോ, ആ സുനിലേ, ഇത് ഞാനാ. ഒന്ന് സ്കൂൾ വരെ വരണം. ആ അത്യാവശ്യമാണ്. വാ ഇരിക്കേ. ഇവൻ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇവന് വേണ്ട ഡ്രഗ് ഡീലിങ്സ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ താനാ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു നേരാണ്. നമ്മുടെ വീട്ടില് ലാപ്ടോപ്പായിട്ട് വന്നത് സുഖമായിട്ടാണല്ലേ? അതിനെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പഠിക്കാൻ വേണ്ടിട്ടല്ലേ ലാപ്ടോപ്പ് നോക്കുന്നത്? അതെ, ഞാൻ കണ്ടതാണല്ലോ. എടാ ലാപ്പ് വീട്ടിൽ ഇരിപ്പുണ്ടോ? നിന്റെ റൂമില്? ഹലോ ഹലോ, ആ ശ്രീകുമാറല്ലേ? നീ എവിടാ? ആ നീ വീട്ടിൽ പോയിട്ട് ആ മോഹന്റെ ലാപ്ടോപ്പ് അങ്ങ് എടുത്തോണ്ട് വരണം. ആ ശരി, പെട്ടെന്ന് വേണം. ശരി, ഓക്കെ. എടാ ഇതിന്റെ പാസ്വേഡ് എന്താ? എടാ ഇതിലൊന്നും കാണുന്നില്ലടാ. അച്ഛാ ഇതിലുണ്ടായിരുന്നതാണ്. ഇപ്പൊ ചേട്ടനെന്താണ് ചെയ്താണ്? ചേട്ടാ കളിക്കല്ലേ. എന്താ ഇതിനകത്ത് ഞാൻ പറഞ്ഞതല്ലേ. സാർ ഇനി എന്താ വേണ്ടേ? നീ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചു കൊച്ചു തെറ്റുകളായിരുന്നു, കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. പക്ഷെ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിന്റെ ഭീകരത എന്താണെന്ന് നിനക്കറിയും. നിന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടില്ലേ? ലീഗൽ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ അറിയിക്കും. വേണ്ട കാര്യങ്ങൾ ചെയ്തു. ടേക്ക് ഇറ്റ്. കേസ് നമ്പർ 51/7/2022 പ്രകാരം ഒന്നാം പ്രതി വലിയ ചന്ദ്രശേഖർ ആർ മകൻ അർജുൻ ചന്ദ്രശേഖറിനെ സ്കൂളിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും അത് കൈമാറ്റം നടത്താൻ ശ്രമിച്ചതിനും പ്രതി അർജുൻ ചന്ദ്രശേഖറിനെ കോടതി 6 മാസത്തേക്ക് ജുവനൈൽ ഹോമിലേക്ക് അയക്കുന്നു. സാർ എന്നോട് ക്ഷമിക്കണം. സുനിലേ, എന്താണോ? സാർ ഞാനാണ് അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. താൻ എന്താണോ ഈ പറയുന്നത്? എല്ലാം ഞാൻ പറയാം സാർ. അന്ന് വൈകിട്ട് ഇതാണ് സാർ സത്യം. അർജുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് എല്ലാത്തിനും കാരണം. എന്നോട് ക്ഷമിക്കണം സാർ.